ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വളരെ ഈസി ആയിട്ടുള്ള തക്കാളി ചോറാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായി ഞാനിവിടെ ചെറുതായി നീളത്തിലരിഞ്ഞ് വെച്ച് 2 സവാള, 10 അല്ലി വെളുത്തുള്ളി, പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, പെരുംജീരകം, പിന്നെ അതിലേക്ക് ഒരു 4 തക്കാളി അരച്ച് വെച്ചിട്ടുണ്ട്, ഫ്രോസൺ ഗ്രീൻ പീസും. കുക്കർ ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എണ്ണയൊക്കെ നല്ലോണം ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, പെരുംജീരകം ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം നല്ലോണം മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുക. വെളുത്തുള്ളിയൊക്കെ നല്ലോണം മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്ത് കൊടുക്കുക. സവാള ഒന്ന് പെട്ടെന്ന് വഴണ്ട് വരാനായിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് പുതിനയില ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. സവാളയൊക്കെ നല്ലോണം വഴറ്റി കഴിയുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ എരിവിന് ആവശ്യമായ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നല്ലോണം എണ്ണ തെളിയുന്ന വരെ വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഇതിൽ എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് എന്ന അളവിൽ വെള്ളം വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി ആഡ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അരിയൊക്കെ നല്ലോണം മസാലയായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അവസാനമായി കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നല്ലോണം ഒന്നും ഇളക്കിയെടുത്ത് കുക്കറൊന്ന് അടച്ച് വെച്ച് ഒരു 9 മിനിറ്റ് വേവിച്ചെടുക്കുക. ഒമ്പത് മിനിറ്റ് കഴിയുമ്പോൾ തീയൊക്കെ ഓഫ് ചെയ്ത് കുക്കറിലെ എയറൊക്കെ പോയി കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മളുടെ തക്കാളി ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.